ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി ലോകം സമാധാനം കൈവരിച്ച സന്തോഷത്തിൽ പിരിഞ്ഞതാണ്. തകർന്ന വീടുകളും കെട്ടിടങ്ങളും വൈദ്യുതി സംവിധാനങ്ങളും റോഡുകളും മറ്റുമായി അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്നതിന് ലോകത്തിന് യാതൊരു പ്രശ്നവുമില്ല. മനുഷ്യൻ അടുത്ത യുദ്ധത്തിൻ്റെ വാർത്തകളിലേക്ക് തികച്ചും സ്വാഭാവികമെന്ന പോലെ കടന്നുപോയി. ഗസയിലെ ജീവിതം എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് വേൾഡ് ഇൻ വേർഡ്സ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. ഗസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കപ്പെട്ടത് ആയിരങ്ങളാണ്. ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട സാധാരണ ജനതയേക്കാൾ എത്രയോ ദുരിതമായിരിക്കും ക്യാമ്പുകളിൽ അവർ അനുഭവിക്കുന്നുണ്ടാവുക എന്നുറപ്പ്. പുലർച്ചെ 2 മണിക്ക് അവരുടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. 4 വയസ്സുകാരി മയാസിൻ്റെ ഉമ്മ പറയുന്നു. ഭർത്താവ് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പെരിച്ചാഴിയുണ്ട്, ഓടിപ്പോകുന്നു. എൻ്റെ മകളുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ചോരയായിരുന്നു. ഗസയിലെ ദുരിതത്തിലേക്ക് ഇപ്പോൾ അതിഥികളായി എത്തിയിരിക്കുന്നത് പല തരത്തിലുള്ള എലികളാണ്. എലികൾ ടെന്റുകളിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവ ആളുകളെ കടിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. അതോടൊപ്പം അവയുടെ മൂത്രവും മറ്റുമെല്ലാം ആളുകൾ അപകടകരമായ രീതിയിൽ ബാധിക്കാനിടയുണ്ട് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടി വരുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചു എന്നാണ് ഈ വർഷത്തെ മാത്രം കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗസയിലെ 5-ൽ 4 കുടുംബത്തിലും ചർമ്മരോഗം ബാധിച്ച ആളുകളുണ്ടെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മയാസിന് ഗസ സിറ്റി ആശുപത്രിയിൽ ചികിത്സ ലഭിച്ചുവെങ്കിലും കുറേ ദിവസത്തേക്ക് പനിയും ഛർദിയുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അവൾ എത്തിയത് അവരുടെ ടെന്റിലേക്ക്. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഇത്തരമൊരു സ്ഥലത്ത് മലിനജലം ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാവും ഒഴുകിപ്പോകുന്നുണ്ടാവുക. ഇവരുടെ ടെന്റുകളിൽ നിന്നുള്ള മാലിന്യമെല്ലാം ഒരു തരത്തിലുമുള്ള സുരക്ഷയുമില്ലാത്ത രീതിയിലാവും നിക്ഷേപിച്ചിട്ടുമുണ്ടാവുക. അത്തരം മാലിന്യ നിക്ഷേപങ്ങളും ഓടകൾക്കും സമീപത്തെല്ലാം എലികളുടെ സുഖവാസമാണ് താനും. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയാണ് എലികളുടെ എണ്ണമെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവകൾ ആളുകൾ ആക്രമിക്കുക മാത്രമല്ല, ടെന്റുകളിലെ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുകയും അവ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിലവിലുള്ള മാലിന്യങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇസ്രായേലിൻ്റെ സമ്മതം വേണം. സുരക്ഷാ കാരണങ്ങൾ ഉയർത്തി അവരതിന് സമ്മതിക്കുന്നില്ല. വേറെ ഒരു ഭാഗത്തേക്കും ആർക്കും പ്രവേശനം അനുവദിക്കാൻ അവർ തയ്യാറല്ല. ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനോ അത് സംസ്കരിക്കുന്നതിനോ ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരാനും ഇസ്രായേലി സൈന്യം സമ്മതിക്കുന്നില്ല. അത്തരം ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന പക്ഷം ഹമാസ് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവ ഉപയോഗിച്ചേക്കുമെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഫലസ്തീൻ ക്യാമ്പിലെ അബ്രാറിനെ പോലെയുള്ളവർ അനുഭവിക്കുന്നത് മറ്റൊരു പ്രശ്നമാണ്. കേക്കിന്റെ കച്ചവടമാണ് അബ്രാർ നടത്തുന്നത്. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ ഓർഡർ ചെയ്ത ആളുകൾക്ക് കേക്ക് കൊടുക്കാനാവാതെ ക്ഷമ ചോദിക്കേണ്ടി വരികയാണ് ഇവർക്ക്. അതുമാത്രമല്ല, കേക്കിൻ്റെ മുഴുവൻ ജോലികളും തീർത്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം മണിക്കൂറുകളോളം കറണ്ട് പോകുന്നതോടെയാണ് ഇവർക്ക് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. അതോടെ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, വൻതോതിൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുന്നതാണ് പ്രശ്നം. ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്നതോടെ ഉപകരണങ്ങൾ കേടാവുന്നതും കൂടിയിരിക്കുന്നു. എല്ലാ വൈദ്യുതി ലൈനുകളും നശിപ്പിക്കുന്ന തരത്തിൽ യുദ്ധത്തിൻ്റെ കെടുതികൾ അടിച്ചു വീശിയ ഒരു പ്രദേശത്ത് ഇത്തരമൊരു ദുരന്തം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നീട് അവ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ആശുപത്രികളാണ്. മിക്കവാറും ആശുപത്രികൾ ജനറേറ്ററുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 2006 മുതൽ ജനറേറ്ററുകളാണ് ഫലസ്തീന് വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവ കേടായാൽ ആകെ പ്രശ്നവും. അതിനാവശ്യമായ സ്പെയർ പാർട്സ് കിട്ടാനോ മെക്കാനിക്കുകൾ കിട്ടാനോ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ഉള്ള ജനറേറ്ററുകൾ വെച്ച് അടിയന്തര വാർഡുകൾ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് മറ്റു വിഭാഗങ്ങളെല്ലാം പൂട്ടിയിടുന്ന അവസ്ഥയാണ്. ഓപ്പറേഷനുകളുടെ കാര്യവും അങ്ങനെ തന്നെ. വളരെ അത്യാവശ്യമായവ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അത്രേ. ശുദ്ധജലം ഇല്ല എന്നതും ഗസക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. ശുദ്ധജല വിതരണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. ഇതും പ്രദേശത്തെ രോഗബാധയെ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സംഘം പറയുന്നത്. എലിപ്പനിയും ചിക്കൻ ബോക്സും പല തരത്തിലുമുള്ള ചൊറിയുമാണ് എഴുത്തുകാരിൽ വ്യാപിക്കുന്നത്. മറ്റൊരു ഗുരുതര പ്രശ്നം വാഹനങ്ങളില്ല എന്നതാണ്. ഗസയിൽ ആകെ വാഹനങ്ങളുടെ 70% യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടു. കൃത്യമായി നോക്കി നടത്താത്തത് കൊണ്ട് ബാക്കിയുള്ളവ നശിക്കുകയും ചെയ്യുന്നു. സ്പെയർ പാർട്സുകളും ഓയിലും ടയറുകളും കിട്ടാത്തത് കൊണ്ട് കേടായ വാഹനങ്ങൾ മൂലയിലാവുന്നു എന്നതാണ് അവസ്ഥ. ആംബുലൻസുകൾ, കുടിവെള്ള വാഹനങ്ങൾ എല്ലാം കട്ടപ്പുറത്തായാൽ ഒരു നാടിൻ്റെ അവസ്ഥ എന്താകും? ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ
ഗസ പൂർണ്ണമായും നിശ്ചലമാവുമെന്നാണ് ആളുകൾ പറയുന്നത്. ഗസയിൽ അമേരിക്കൻ നേതൃത്വത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായി. ചിലപ്പോഴൊക്കെ ഇസ്രായേൽ ഇത് ലംഘിക്കുന്നുണ്ടെങ്കിലും തത്വത്തിൽ വെടിനിർത്തൽ തുടരുക തന്നെയാണ്. പക്ഷേ വെടിനിർത്തലിന് ശ്രമിച്ചവരും സമാധാനം ആഗ്രഹിച്ചവരും ഒന്നും ഫലസ്തീൻ അഭയാർത്ഥി ടെന്റുകളിലെ ദുരിതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവിടുത്തെ പ്രതിസന്ധികൾക്ക് അവരുടെ കയ്യിൽ പരിഹാരവുമില്ല. ഇൻഷിറ ഹജ്ജാജ് മറ്റു ഫലസ്തീനികളെ പോലെ ടെന്റിലാണ് കഴിയുന്നത്. കടുത്ത പ്രമേഹ രോഗിയാണവർ. തൻ്റെ കാല് എല്ലാ ദിവസവും രാത്രി എലികൾ കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണെന്ന വിവരം വളരെ വൈകിയാണ് ഇവർ തിരിച്ചറിഞ്ഞത്. കാലിലെ മുറിവിനേക്കാൾ അവരെ വേദനിപ്പിക്കുന്നത് അത് ചികിത്സിക്കാൻ ആവശ്യമായ ഒന്നും ഗസയിലില്ല എന്നതാണ്. വന്യജീവികളെയും അവരുടെ ശരീരഭാഗങ്ങളെയും കടത്തിക്കൊണ്ടുപോയി വിൽക്കുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ചൈനീസ് പൗരന് 1 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും കെനിയൻ കോടതി വിധിച്ചിരിക്കുന്നത് കെനിയയിൽ നിന്നും ഉറുമ്പുകളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതിനാണ്. ചൈനക്കാരനായ ജാൻ കുക്കനെ നെയ്റോബി വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുമ്പോൾ 2200 ഉറുമ്പുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നത്. ഉറുമ്പിൻ്റെ സാമൂഹിക ഘടനയും സ്വഭാവമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നവർ വൻ വില കൊടുത്താണ് ഇങ്ങനെ ഉറുമ്പുകളെ വാങ്ങിക്കൂട്ടുന്നത്രേ. നന്ദി.